നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. രക്ഷകനായി ഡ്രൈവർ. ആലുവയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സിനാണ് തീപിടിച്ചത്. ബോണറ്റിൽ ആദ്യം പുകയുയർന്നപ്പോൾ തന്നെ ഡ്രൈവർ ബസ് റോഡരികിലേക്ക് മാറ്റി നിർത്തി യാത്രക്കാരെ പുറത്തിറക്കി. ബസ്സിനകത്ത് 38 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചു. അപ്പോഴേക്കും തീ ആളിത്തുടങ്ങിയിരുന്നു. ബസ് ഡ്രൈവർ മനസാന്നിധ്യത്തോടെ ഇടപെട്ടതിനാൽ ആളപായമോ ആർക്കും പരിക്കേൽക്കുകയോ ചെയ്തില്ല. തെളിവെടുപ്പിന് കൊണ്ടുവന്ന പ്രതി പോലീസിനെ ആക്രമിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് തെളിവെടുപ്പിന് കൊണ്ടുവന്ന പ്രതി പോലീസിനെ ആക്രമിച്ചു. ചെമ്പഴന്തി ആനന്ദേശ്വരത്ത് വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതി നേമം സ്വദേശി നവാസിനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴാണ് കൈവിലങ്ങ് ഉപയോഗിച്ച് പോലീസുകാരെ ആക്രമിച്ചത്. കൈവിലങ്ങിട്ടതിൽ പ്രകോപിതനായ പ്രതി അസഭ്യം പറയുകയും കൈവിലങ്ങ് ഉപയോഗിച്ച് CPO ജിനാസിനെ ആക്രമിക്കുകയും ചെയ്തു. പോലീസ് ബലപ്രയോഗത്തിലൂടെ പ്രതിയെ കീഴടക്കി. മറ്റൊരു കേസിൽ പ്രതിയായ നവാസിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും മോഷണ കേസിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോഴുമാണ് ഈ സംഭവം. നിരവധി കേസിലെ പ്രതിയാണ് നവാസ്. മണ്ണിടിച്ചിൽ, ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ബംഗളൂരു മംഗളൂരു റൂട്ടിൽ നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. കർണാടക ആസാനിലെ സകലേഷ്പുര മേഖലയിൽ യദുകുമാരി കടകവരവള്ളി സ്റ്റേഷനുകൾക്കിടയിലാണ് മണ്ണിടിഞ്ഞത്. വൈകിയ ട്രെയിനുകളിലുള്ള യാത്രക്കാർക്ക് കർണാടക സർക്കാരിന് കീഴിലെ KSRTC ബസ്സിൽ യാത്രയൊരുക്കി. മണ്ണിടിച്ചിലിൽ ഗുഡ്സ് ട്രെയിനിന്റെ എഞ്ചിൻ ഭാഗത്ത് സാരമായ കേടുപാടുകൾ പറ്റി. സംഭവത്തിൽ ആളപായമോ ആർക്കെങ്കിലും പരിക്കോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫേസ്ബുക്ക് പോസ്റ്റുകൾ വിനയായി. LDF ജില്ലാ കൺവീനർ സ്ഥാനത്തു നിന്നും KK ശിവരാമനെ നീക്കി. ഇടുക്കി LDF ജില്ലാ കൺവീനർ സ്ഥാനത്തു നിന്നും KK ശിവരാമനെ നീക്കി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഘടകകക്ഷികൾക്ക് ദോഷമുണ്ടാക്കിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായപ്പെട്ടു. മുന്നണി മര്യാദകൾ പാലിക്കാതെയുള്ള അഭിപ്രായങ്ങൾ KK ശിവരാമൻ ചെയ്തെന്നാണ് വിലയിരുത്തൽ. പകരം ജില്ലാ സെക്രട്ടറി K സലീംകുമാർ LDF കൺവീനറായേക്കും. അതേസമയം തന്നെ നീക്കിയത് പാർട്ടിയുടെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് KK ശിവരാമൻ പ്രതികരിച്ചു. LDF കൺവീനർമാർ പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ ആയിരിക്കണമെന്ന് തീരുമാനമുണ്ട്. അതിന്റെ ഭാഗമായാണ് തന്നെ മാറ്റിയതെന്നും ശിവരാമൻ കൂട്ടിച്ചേർത്തു. ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ, സൈനികന് വീരമൃത്യു. ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണം. നിയന്ത്രണ രേഖയ്ക്ക് സമീപം മാച്ചാൽ സെക്ടറിലായിരുന്നു ആക്രമണം. ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു, 4 സൈനികർക്ക് പരിക്കേറ്റു. ഒരു ഭീകരനെ വധിച്ചതായും പാക് ബോർഡർ ആക്ഷൻ ടീമിന്റെ ആക്രമണം പരാജയപ്പെടുത്തിയതായും ഇന്ത്യൻ സേന അറിയിച്ചു. പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീമിൽ പാകിസ്ഥാനിൽ നിന്നുള്ള സൈനിക കമാൻഡോകളും തീവ്രവാദികളുമാണുള്ളത്. നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഈ ഗ്രൂപ്പാണ്. പ്രദേശത്ത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായത്തോടെ തീവ്രവാദികൾ നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് സൈന്യം ഓപ്പറേഷൻ നടത്തിയത്. നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സേനയ്ക്കെതിരെ പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീം വെടിയുതിർക്കുകയായിരുന്നു. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൈക്കൂലി കേസ്, LDF പിന്തുണ പിൻവലിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ രാജിവെച്ചു. കൈക്കൂലി കേസിൽ പ്രതിയായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെച്ചു. കേസിൽ പ്രതിയായതോടെ സനീഷ് ജോർജിനുള്ള പിന്തുണ LDF പിൻവലിച്ചിരുന്നു. സനീഷ് ജോർജിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം മറ്റന്നാൾ പരിഗണിക്കാനിരിക്കെയാണ് രാജി. സമരങ്ങളെ തുടർന്നല്ല രാജിയെന്നും സ്വതന്ത്ര കൗൺസിലറായി തുടരുമെന്നും സനീഷ് ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവിശ്വാസം വരുമ്പോൾ സഹപ്രവർത്തകർക്കുണ്ടാകുന്ന സമ്മർദ്ദം കണക്കിലെടുത്താണ് രാജിവെക്കുന്നത്. ഒരു രീതിയിലും അഴിമതിക്ക് കൂട്ടുനിന്നിട്ടില്ല. ആരോടും കൈക്കൂലിയും വാങ്ങിയിട്ടില്ല. അന്നത്തെ സംസാരത്തിൽ വലിയ നാക്കുപിഴ പറ്റി. വിജിലൻസിനോട് കാര്യങ്ങൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. രാജിക്കത്ത് ഇന്ന് തന്നെ നൽകുമെന്നും സനീഷ് ജോർജ് പറഞ്ഞു. വാകത്താനത്ത് UDF യൂത്ത് കോൺഗ്രസ് സംഘർഷം. വാകത്താനം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ UDF യൂത്ത് കോൺഗ്രസ് സംഘർഷം. തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഔദ്യോഗിക പാനലിനെതിരെ യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ UDF ഔദ്യോഗിക പാനൽ സ്ഥാനാർത്ഥികൾ കയ്യേറ്റം ചെയ്തെന്നാണ് ആരോപണം. എന്നാൽ സംഘർഷമുണ്ടായെന്ന ആരോപണം UDFന്റെ ഔദ്യോഗിക പാനൽ നിഷേധിച്ചു. നിപ്പയിൽ ഇന്നും ആശ്വാസം. 4 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. നിപ്പ പരിശോധനയിൽ 4 പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പുതിയതായി 7 പേരാണ് അഡ്മിറ്റായതെന്നും ആകെ 8 പേരാണ് ചികിത്സയിലുള്ളതെന്നും മന്ത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മലപ്പുറം കളക്ടറേറ്റിൽ വൈകുന്നേരം ചേർന്ന നിപ്പ അവലോകന യോഗത്തിൽ മന്ത്രി വീണ ജോർജ് ഓൺലൈനായാണ് പങ്കെടുത്തത്. 472 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 220 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. ഇതുവരെ ആകെ 836 പേർക്ക് മാനസിക ആരോഗ്യ സേവനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു.
അമീബിക് മസ്തിഷ്ക ജ്വരം 3.5 വയസ്സുകാരന്റെ നില ഗുരുതരമായി തുടരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ 3.5 വയസ്സുകാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യത്തിൽ പുരോഗതിയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളോടെ ഇതേ ആശുപത്രിയിൽ തുടരുന്ന കോഴിക്കോട് സ്വദേശിയായ 4 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. കുട്ടിയുടെ PCR പരിശോധനാ ഫലം തിങ്കളാഴ്ച ലഭിക്കും. സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. വയനാട് മാനന്തവാടിയിൽ 40ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. ദ്വാരക AUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഉച്ചഭക്ഷണം കഴിച്ചവർക്കാണ് ഛർദിയും വയറിളക്കവും പിടിപെട്ടത്. കുട്ടികളെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.